ശ്രീ ഷിബു മീരാൻ, ഇപ്പോൾ ലീഗിലെ പല നേതാക്കളും തുറന്നു പറയുന്നുണ്ട്, ഞങ്ങൾക്ക് പുറത്തിറങ്ങാൻ പറ്റാത്ത അവസ്ഥയാണ്. ഇത്രയും വലിയൊരു വിജയമുണ്ടായിട്ടും എന്താണ് മുഖ്യമന്ത്രി വരാത്തതെന്ന ചോദ്യം ചിലപ്പോൾ കൈകാര്യം ചെയ്യുന്ന കൈവെക്കുന്ന രൂപത്തിലേക്ക് വരെ പ്രതികരണങ്ങൾ നീങ്ങുന്നു എന്നുവരെ ചില നേതാക്കൾ പ്രതികരിക്കുകയുണ്ടായി. നിങ്ങളുടെ നിലപാട് തുറന്നു പറഞ്ഞതാണ്. ഇവിടെ വി.ഡി. സതീശനാണ് ജനപിന്തുണയുള്ള ഇത് എന്നുള്ളൊരു പ്രതികരണം ഇവിടെ തങ്ങൾ തന്നെ നടത്തിയതാണ്. ചോദ്യത്തിന് ഉത്തരമായിട്ടാണെങ്കിൽ കൂടി പലതവണ അത്തരം സൂചന നൽകുന്ന പ്രതികരണങ്ങൾ നൽകി. അത് ഹൈക്കമാൻഡിനെ അറിയിച്ചിട്ടുമുണ്ട് എന്നുള്ളതാണ് എൻ്റെ മനസ്സിലാക്കൽ. ഇനി അതിന്മേൽ മറ്റൊരു നിലപാടിലേക്ക്, മറ്റൊരു ആലോചനയിലേക്ക് ലീഗ് നീങ്ങിയിട്ടുണ്ടോ? സ്മൃതി, ഇപ്പം ഈ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കപ്പെട്ട സന്ദർഭത്തിൽ തന്നെ ഞങ്ങളുടെ സംസ്ഥാന പ്രസിഡന്റ് നടത്തിയ ഒരു രാഷ്ട്രീയ പ്രതികരണം. അദ്ദേഹം പറഞ്ഞത് ഒരു ഭരണമാറ്റത്തിന് ഇനി 26 ദിവസം എന്നാണ്. എന്ന് വെച്ചാൽ നാളുകൾ എണ്ണിയാണ് കേരളത്തിലെ UDF സംവിധാനം ഒറ്റക്കെട്ടായി ആ തെരഞ്ഞെടുപ്പിന് നേരിട്ടത്. കേരളത്തിലെ ജനങ്ങളും അതേ നിലയിൽ തന്നെയാണ് ചിന്തിച്ചത് എന്ന് മെയ് മാസം 4-ാം തീയതി റിസൾട്ട് വന്നപ്പോൾ നമുക്ക് ബോധ്യമായൊരു സംഗതിയാണ്. ആദ്യഘട്ടത്തിൽ ഇപ്പോൾ 2-3 ദിവസം കഴിയുമ്പോഴേക്കും ഈ മുഖ്യമന്ത്രി എവിടെയെന്നൊരു ചർച്ച ആരംഭിക്കുന്നുണ്ട്. അന്ന് മുസ്ലിം ലീഗ് എടുത്ത നിലപാട് ഇപ്പോൾ അങ്ങനെ ഈ 2 ദിവസങ്ങൾക്കുള്ളിൽ മുഖ്യമന്ത്രിയെ പ്രഖ്യാപിക്കണമെന്നൊരു നിലപാട് നമ്മൾ ആരും എടുക്കേണ്ടതില്ല. ആവശ്യമായ ഒരു ചർച്ചയും കൺസൾട്ടേഷനും ഒക്കെ പൂർത്തിയാക്കാൻ വേണ്ടുന്നൊരു സമയം മുന്നണിയെ നയിക്കുന്ന പ്രധാനപ്പെട്ട ഘടകകക്ഷി മുഖ്യമന്ത്രി, അവരുടെ നേതാവാണ്, ആരായാലും XOR Y ആരും ആകട്ടെ, അവർക്ക് റിസർവ് ചെയ്യപ്പെട്ട മുഖ്യമന്ത്രിയെ പ്രഖ്യാപിക്കാൻ സമയം അവർക്ക് എടുക്കുന്നതിൽ തെറ്റില്ല എന്ന നിലപാട് ആദ്യം ഞങ്ങൾക്കുണ്ടായിരുന്നു. ശരിയാണ്. പക്ഷേ ഇപ്പോൾ ഞാൻ പറഞ്ഞതുപോലെ ഇത് അസ്വാഭാവികം എന്ന് വെച്ചാൽ സ്വാഭാവികമായ അവസ്ഥയിൽ നിന്ന് അസ്വാഭാവികമായൊരു വൈകലിലേക്ക് ഇത് മാറി എന്നൊരു വിലയിരുത്തൽ ഞങ്ങളുടെ പാർട്ടിയുടെ പല നേതാക്കന്മാരും നടത്തുന്നുണ്ട്. വ്യക്തിപരമായി ഞാനും അതിനോട് ഇപ്പോൾ ഏത് പേര് പറഞ്ഞു ഏത് പേര് പറഞ്ഞില്ല എന്നത്, ഇപ്പോൾ സ്മൃതി ഇവിടെ സൂചിപ്പിച്ച പേരടക്കം ഒന്നിനെയും ഓൺ ചെയ്യാനും ഡിസ്റ്റോൺ ചെയ്യാനും എനിക്ക് അവകാശമില്ല. കാരണം എൻ്റെ നേതാക്കന്മാർ വളരെ ഉത്തരവാദിത്വത്തോടെ ഒരു വലിഞ്ഞു കയറിപ്പോയി ഒരു അഭിപ്രായം പറഞ്ഞതല്ല, ഞങ്ങൾ മറ്റേതെങ്കിലും പാർട്ടിയുടെ കാര്യത്തിൽ ഇടപെട്ടതുമല്ല. കോൺഗ്രസ് ഹൈക്കമാൻഡ് ഞങ്ങളുടെ ഒരു അഭിപ്രായം ആരാഞ്ഞപ്പോൾ സയ്യിദ് സാദിഖ് അലി ശിഹാബ് തങ്ങൾ ചുമതലപ്പെടുത്തിയതനുസരിച്ച് ഞങ്ങളുടെ കുഞ്ഞാലിക്കുട്ടി സാഹിബും ഇവിടുത്തെ പാർട്ടി സെക്രട്ടറിയും ഒക്കെ പോയി കണ്ട് ഞങ്ങളുടെ അഭിപ്രായം പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഞങ്ങളുടെ ജോലി പൂർത്തിയായതാണ്. ഇനിയിപ്പോൾ കേരളത്തിലെ ജനങ്ങൾ ആഗ്രഹിക്കുന്നത്, ഞാൻ ആദ്യം സൂചിപ്പിച്ചതുപോലെ, ഒരു രാഷ്ട്രീയ നേതൃത്വം, ഒരു പൊളിറ്റിക്കൽ ലീഡർഷിപ്പ്, ഒരു ഗവൺമെൻറ് കേരളത്തിൽ പ്രവർത്തിച്ചു തുടങ്ങേണ്ടുന്ന സമയമായിരിക്കുന്നു. ഇപ്പോൾ തന്നെ ഈ കുട്ടികളുടെ പാഠപുസ്തകത്തിൻ്റെ വിഷയമൊക്കെ അടക്കം നമുക്ക് ഒരുപാട് കാര്യങ്ങൾ അറിയാം. 10 വർഷം ഭരിച്ച ഒരു ഗവൺമെൻറ് സമ്പൂർണ്ണ പരാജയമായിരുന്നു എന്ന് കേരളത്തിലെ ജനങ്ങളോട് UDF പറഞ്ഞപ്പോൾ കൂടെ നിന്ന് കേരളത്തിലെ ജനങ്ങൾ കാത്തിരിക്കുന്നത് UDF മുന്നോട്ട് വെച്ച ബദലും ഓൾട്ടർനേറ്റീവും കേരളത്തിൽ UDF എങ്ങനെ നടപ്പാക്കുന്നു എന്നറിയാനാണ്. അങ്ങനെയുള്ള ജനങ്ങളുടെ ഭാഗത്ത് നിന്ന് ചിന്തിക്കുമ്പോൾ ഈ കാലതാമസം ഇത് ഒരല്പം ദൈർഘ്യമേറിയതാണ് എന്നാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത്. ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത് ഏറ്റവും അടുത്ത മണിക്കൂറിൽ, ഇനിയിപ്പോൾ അടുത്ത ദിവസം എന്ന് പറയാൻ പോലും നമുക്ക് നിവൃത്തിയില്ലാത്ത വണ്ണം, ഏറ്റവും അടുത്ത മണിക്കൂറിൽ കോൺഗ്രസ് ഹൈക്കമാൻഡിൻ്റെ ആ തീരുമാനം, ആ പേര് ഏതും ആകട്ടെ, ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ആ പേരിനകത്ത് പിന്നെ കിടന്ന് കെട്ടിമറിയുന്നൊരു സ്വഭാവം മുസ്ലിം ലീഗിന് ഇല്ലാത്തതാണ്. ആരുമായിക്കൊള്ളട്ടെ, ആ പേര് പ്രഖ്യാപിച്ച് കേരളത്തിലെ UDFൻ്റെ ഈ ഭരണമാറ്റത്തിലൂടെ കേരളത്തിലെ ജനങ്ങൾ UDFനെ ഏൽപ്പിച്ചിട്ടുള്ള ഈ രാഷ്ട്രീയ ദൗത്യം ധീരമായി ഏറ്റെടുക്കാൻ ഞങ്ങളിതാ മുന്നോട്ട് വരുന്നു എന്ന പൊളിറ്റിക്കൽ മെസ്സേജ് കേരളത്തിലെ ജനങ്ങൾക്ക് കൊടുക്കണമെന്നാണ് ഈ ഘട്ടത്തിൽ ഞങ്ങൾക്ക് അഭിപ്രായപ്പെടാനുള്ളത്. ഷിബു മീരാൻ, ഇപ്പോൾ നാളെ ലീഗിന്റെ നേതൃയോഗം ചേരുന്നുണ്ട്. ആ നേതൃയോഗം എന്നുള്ളത് നിങ്ങളുടെ മന്ത്രിസ്ഥാനങ്ങൾ സംബന്ധിച്ചുള്ള ചർച്ചയ്ക്കാണോ, അതോ ഈ പറഞ്ഞ മുഖ്യമന്ത്രി വിഷയത്തിൽ ഇനി ഞങ്ങളൊന്നും പറയുന്നില്ല എന്ന് പറയാൻ ചേരുന്ന നേതൃയോഗമാണോ? അങ്ങനെ ചില വ്യാഖ്യാനങ്ങൾ കൂടി വരുന്നുണ്ട്. ഏതായാലും ഹൈക്കമാൻഡ് തീരുമാനം ഇന്ന് രാത്രിയോടെ തന്നെ ഉണ്ടാകാനിരിക്കുന്നു. അപ്പോൾ പിന്നെ നാളെ നിങ്ങൾ യോഗം ചേർന്ന് മറ്റു അഭിപ്രായം പറയേണ്ട സാഹചര്യമില്ല. അപ്പോൾ ഈ നേതൃയോഗം കൊണ്ട് ഉദ്ദേശിക്കുന്നത് നിങ്ങളുടെ മന്ത്രിസ്ഥാനങ്ങൾ സംബന്ധിച്ചുള്ള ചർച്ചയാണോ? അതും ഇതിൻ്റെ ഭാഗമാണല്ലോ സ്മൃതി. ഇപ്പം ഈ മുഖ്യമന്ത്രി എന്നൊരൊറ്റ പേര് പ്രഖ്യാപിക്കപ്പെടാത്തതുകൊണ്ട് അതിൽ ചർച്ച കുരുങ്ങി കിടക്കുമ്പോൾ തന്നെ ആ മന്ത്രിസഭയിൽ എല്ലാ കക്ഷികൾക്കും, ഞങ്ങളുടെ മാത്രമല്ല എല്ലാ ഘടകകക്ഷികളും, അതേപോലെ തന്നെ കോൺഗ്രസിൻ്റെയും ഒക്കെ പ്രാന്ത്യത്തെ സംബന്ധിച്ച ചർച്ചകൾ ഇനി നടക്കേണ്ടതുണ്ട്. അവിടെ സ്വീകരിക്കേണ്ട ഒരു നിലപാട്, മുസ്ലിം ലീഗ് അവിടെ സ്വീകരിക്കേണ്ട ഒരു നിലപാട്, അത് കൂട്ടായി ചർച്ച ചെയ്ത് രൂപീകരിച്ചിട്ടാണ് ഞങ്ങളുടെ നേതാക്കന്മാർ, മുന്നണി യോഗങ്ങളിൽ പോകുന്ന നേതാക്കന്മാർ അവിടെ പറയുന്ന കാര്യങ്ങൾ അവരുടെ ഒരു തോന്നൽ എന്നുള്ള നിലക്കല്ല, ഞങ്ങളുടെ പാർട്ടിയുടെ സുപ്പീരിയർ ലീഡർഷിപ്പ് കൂട്ടായി ആലോചിച്ച് ഉരുത്തിരിഞ്ഞു വരുന്ന അഭിപ്രായങ്ങളാണ് ചുമതലപ്പെട്ടവർ അവിടെ അറിയിക്കാറുള്ളത്. ആ നിലക്കുള്ള ചർച്ചയും നാളെ നടക്കും. അതല്ലാതെ നാളത്തെ ചർച്ച, ഇപ്പോൾ കോൺഗ്രസ് ഹൈക്കമാൻഡിൻ്റെ ഏതെങ്കിലും ഒരു തീരുമാനത്തെ ചലഞ്ച് ചെയ്ത് പോകുന്ന ഒരു സമീപനം ഞാൻ നേരത്തെയും പറഞ്ഞിട്ടുണ്ടല്ലോ. ഒരു സാഹചര്യത്തിൻ്റെ ഒരു പ്രത്യേക സന്ദർഭത്തിൽ ഒരു വല്ലാത്ത സമ്മർദ്ദ ശക്തിയായി മുന്നണിയാകെ അലോസരപ്പെടുത്തുന്ന ഒരു നിലപാട് ഞങ്ങൾ എടുത്തിട്ടില്ല. അതിനർത്ഥം ഞങ്ങൾക്ക് അഭിപ്രായമില്ല എന്നല്ല, ഞങ്ങളുടെ അഭിപ്രായം ഞങ്ങൾ കൃത്യമായി പറഞ്ഞിട്ടുണ്ട്. അതുകൂടി സ്വാംശീകരിച്ചുകൊണ്ട് കോൺഗ്രസ് ഹൈക്കമാൻഡ് എടുക്കുന്ന തീരുമാനത്തെയാണ് ഞങ്ങളിപ്പോൾ കാത്തിരിക്കുന്നത്. Debate with Smriti Parathikkad.